എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡിൽ കാണാറുള്ള സിമ്പലുകളും അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സാധാരണ നമ്മൾ കാണാറുള്ളതിൽ നിന്ന് 20 സിമ്പലുകളെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ടുള്ളത് എൻജിൻ ടെമ്പറേച്ചർ വാർണിംഗ് സിഗ്നലാണ്. ഈ സിഗ്നൽ ഡാഷ്ബോർഡിൽ തെളിഞ്ഞാൽ അതിനർത്ഥം വണ്ടിയുടെ കൂളൻ്റ് ഓവർ ഹീറ്റായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് വാഹനം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ല എങ്കിൽ ഓവർ ഹീറ്റ് കാരണം എൻജിന് എന്തെങ്കിലും തകരാറ് വരാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് ഇത് ബ്ലൂ കത്താറുണ്ട്, ചില സമയത്ത് ഇത് ചുവപ്പായിട്ടും കത്താറുണ്ട്. ബ്ലൂ ആണ് എങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കാണിക്കുന്നത്. റെഡ് ആണെങ്കിൽ വളരെ കൂടുതലാണ് എന്നുള്ളതിനെയും സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത് ടയർ പ്രഷർ വാർണിംഗ് ലൈറ്റ്. വണ്ടിയുടെ ടയറിൽ പ്രഷർ കുറവാണ് എന്നുള്ളതാണ് ഈ ലൈറ്റ് സൂചിപ്പിക്കുന്നത്. അതൊരു പക്ഷേ ഒന്നിലാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടയറുകളിൽ ഈ പ്രഷർ കുറവുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് വളരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ പമ്പിലോ അല്ല എങ്കിൽ എയർ ഫില്ലിംഗ് സ്റ്റേഷനുകളിലോ നിർത്തിയിട്ട് ഇതിൻ്റെ പ്രഷർ ചെക്ക് ചെയ്ത ശേഷം വണ്ടി മുന്നോട്ട് പോവുക. മൂന്നാമത്തത് ഓയിൽ പ്രഷർ വാർണിംഗ് ലൈറ്റാണ്. വണ്ടിയുടെ ഓയിൽ പ്രഷർ കുറവാകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ലൈറ്റ് തെളിയുക. ഇതൊരു പക്ഷേ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, അല്ല എങ്കിൽ ചില സീരിയസ് ആയ കേസുകളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് ഏതിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എൻജിൻ ഓഫ് ചെയ്ത് ഒരു മെക്കാനിക്കിനെ വിളിച്ച് അത് വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നാലാമത്തത് ട്രാക്ഷൻ കൺട്രോൾ ലൈറ്റാണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഗ്രിപ്പ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉടനെ സ്ലോ ആക്കുകയും ഗ്രിപ്പ് വീണ്ടെടുക്കാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യണം. അല്ല എങ്കിൽ വണ്ടിയുടെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കേടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വണ്ടി സ്ലോ ആക്കി ഈ ലൈറ്റ് ഓഫാകുന്നത് വരെ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അഞ്ചാമത്തത് എൻജിൻ വാർണിംഗ് സിസ്റ്റം. അതായത് വണ്ടിയുടെ എൻജിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നുകിൽ ഓക്സിജൻ സെൻസർ കേടുവന്നത് കൊണ്ടാവാം, അല്ല എങ്കിൽ ഗ്യാസ് ക്യാപ്പ് ലൂസാവുകയോ ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ മിസ്സിങ് വന്നതുകൊണ്ടോ ആവാം. മൂന്നാമതൊരു കാരണം കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള വാതകങ്ങളെ കൺവേർട്ട് ചെയ്യുന്ന കാറ്റലിക് കൺവേർട്ടർ കേടുവന്നതാകാം. അല്ല എങ്കിൽ എയർ ഫ്ലോ സെൻസർ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ലൈറ്റ് തെളിയാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കാരണമെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിലോ അല്ലെങ്കിൽ പെട്ടെന്നോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ ഒരു മെക്കാനിക്കിനെ വിളിക്കുകയും ഇത് ക്ലിയർ ചെയ്യാനുള്ള മുൻകരുതലുകൾ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ആറാമത് ആൻറ്റി ലോക്ക് ബ്രേക്ക് സിഗ്നലാണ്. ഈ സിഗ്നൽ തെളിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, അതായത് ABSുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തകരാറുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ലൈറ്റ് കത്തുന്നുണ്ട് എങ്കിലും നമ്മുടെ സാധാരണ ഡ്രൈവിൽ ബ്രേക്ക് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കഴിയുന്ന അത്രയും എളുപ്പത്തിൽ തന്നെ ഒരു മെക്കാനിക്കുമായോ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻറ്ററുമായോ ബന്ധപ്പെട്ട് ഈ ABS ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത്. ഈ ABS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എമർജൻസി സിറ്റുവേഷനുകളിൽ വണ്ടി വളരെ പെട്ടെന്ന് ചവിട്ടി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. ഏഴാമത് ആട്ടോമാറ്റിക് ഷിഫ്റ്റ് ലോക്ക്. ഇത് സൂചിപ്പിക്കുന്നത് ബ്രേക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് ബ്രേക്കിനെ ചവിട്ടി വണ്ടി ഒന്ന് സ്ലോ ആക്കുകയോ അല്ലെങ്കിൽ ബ്രേക്കിനെ ഒന്ന് എൻഗേജ് ചെയ്യിക്കുകയോ ആണ് വേണ്ടത്. അല്ല എങ്കിൽ വണ്ടിയുടെ ഇഗ്നീഷൻ കുറക്കുകയും ചെയ്യണം. ഒന്നുകിൽ ബ്രേക്ക് എൻഗേജ് ചെയ്യുക, അല്ലെങ്കിൽ വണ്ടിയുടെ ഇഗ്നീഷൻ കുറക്കുക. അല്ല എങ്കിൽ വണ്ടി ന്യൂട്രലാക്കിയിട്ട് കുറച്ച് സമയം വണ്ടി നിർത്തിയിടുകയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ. എട്ടാമത് ബാറ്ററി അലേർട്ട്. അതായത് വണ്ടിയുടെ ബാറ്ററി കുറവാണ് എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു സിമ്പൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടിയിൽ ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സ്റ്റീരിയോ
AC, ഹീറ്റർ ഉള്ള ഉപകരണങ്ങൾ ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രാത്രിയാണ് വണ്ടി ഓടിക്കുന്നത് എങ്കിൽ ഹെഡ്ലൈറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുക. സേഫായ ഒരു സ്ഥലത്ത് എത്താതെ ഒരിക്കലും നമ്മൾ വണ്ടി ഓഫ് ചെയ്യരുത്. കാരണം ബാറ്ററി ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് ഒരുപക്ഷെ വണ്ടി വളരെ പെട്ടെന്ന് സ്റ്റാർട്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു സേഫാകുന്ന ലൊക്കേഷനിൽ എത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വണ്ടി ഓഫ് ചെയ്യുക. 9ാമത്തേത് ഫ്യൂവൽ ഇൻഡിക്കേറ്ററാണ്. അതായത് വാഹനത്തിൽ എണ്ണയുടെ ലഭ്യത നിശ്ചിത അളവിലും കുറവാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. അത്യാവശ്യം വേണ്ട എണ്ണ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട് എങ്കിലും തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിർത്തി എണ്ണ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം യാത്ര തുടരുക. 10ാമത് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ. സാധാരണയായി വണ്ടി ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സേഫ്റ്റി മെഷറാണ്. എല്ലാ യാത്രാ സമയത്തും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അങ്ങനെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിമൈൻഡർ സിഗ്നലാണ് ഇത്. സീറ്റ് ബെൽറ്റ് ധരിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചില വണ്ടികളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് വരെ ഇത് സൈറൺ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എല്ലാ സമയത്തും ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ സേഫ്റ്റി മുൻനിർത്തി സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് നമ്മളൊരു ശീലമാക്കുക. 11ാമത്തേത് എയർ ബാഗ് ഇൻഡിക്കേറ്ററാണ്. അതായത് നിങ്ങളുടെ വണ്ടിയുടെ ഏതോ ഒരു എയർ ബാഗിന് പ്രോബ്ലം ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. സാധാരണ ഡ്രൈവിങ്ങിൽ ഇങ്ങനെ ഒരു സിഗ്നൽ വന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത സർവീസ് സെൻറ്ററിലോ മെക്കാനിക്കിനെയോ കണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 12ാമത്തേത് ഫോഗ് ലാമ്പ് ഇൻഡിക്കേറ്ററാണ്. അതായത് മഞ്ഞ് ഉള്ള സമയത്ത് ഉപയോഗിക്കേണ്ട ലൈറ്റ് ഫോഗ് ലാമ്പ് ഓൺ ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ആവശ്യമില്ല എങ്കിൽ അത് ഓഫ് ചെയ്ത് യാത്ര തുടരുക. 13ാമത്തേത് വാഷർ ഫ്ലൂയിഡ് ഇൻഡിക്കേറ്ററാണ്. അതായത് വാഷർ ഫ്ലൂയിഡ് ലെവൽ വളരെ കുറവാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. സാധാരണ ഡ്രൈവിങ്ങിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കില്ല എങ്കിലും അവസരം കിട്ടുന്ന സമയത്ത് ഇത് ഫിൽ ചെയ്ത് യാത്ര തുടരുക. 14ാമത്തേത് ഹാൻഡ് ബ്രേക്ക് ഇൻഡിക്കേറ്റർ. അതായത് വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്താണ് ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനം മൂവിങ് രീതിയിലേക്ക്, അതായത് വാഹനം റണ്ണിങ്ങിലേക്ക് മാറുന്നതിന് മുമ്പ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ ഗുരുതരമായ എൻജിൻ പ്രശ്നങ്ങൾക്കും മറ്റും കാരണമായേക്കും. 15ാമത്തേത് ഗ്ലോ പ്ലഗ് ഇൻഡിക്കേറ്ററാണ്. ഇത് സാധാരണഗതിയിലുള്ളത് ഡീസൽ എഞ്ചിനുകളിലാണ്. തണുത്ത സാഹചര്യങ്ങളിൽ ഡീസൽ എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു എക്സ്റ്റേണൽ സഹായം ആവശ്യമായി വരാറുണ്ട്. ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സഹായം. ആ ഒരു ചൂടാക്കുന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഗ്ലോ പ്ലഗ്. ഇതൊരു തരം ഹീറ്റിംഗ് എലമെൻ്റാണ്. എൻജിൻ ടെമ്പറേച്ചർ വളരെ കുറവാകുന്ന സമയത്താണ് ഈ ഗ്ലോ പ്ലഗ് ആക്റ്റീവ് ആവുന്നത്. അതിന് കാരണം ഗ്ലോ പ്ലഗ് പഴകിയതോ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലും കാരണങ്ങളാവാം. അതുകൊണ്ട് തന്നെ ഗ്ലോ പ്ലഗ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. 16ാമത്തേത് സർവീസ് വാർണിംഗ് ആണ്. അതായത് വാഹനം സർവീസിന് സമയമായി എന്നതിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത സർവീസ് സെൻ്ററുകളിലോ മെക്കാനിക്കിനെയോ ബന്ധപ്പെട്ട് ഇത് ക്ലിയർ ചെയ്യാൻ ആവശ്യമായ നടപടികൾ എടുക്കുക, സർവീസ് പൂർത്തിയാക്കുക. 17ാമത്തേത് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം പ്രോബ്ലം എന്ന സിഗ്നലാണ്. അതായത് ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പവർ സ്റ്റിയറിംഗ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് കുറയുന്നതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ലീക്ക് കൊണ്ടോ മറ്റോ ആണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മെക്കാനിക്കിനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിൻ്റെയോ സർവീസ് സെൻ്ററിൻ്റെയോ സഹായത്തോടു കൂടി ഇത് ഫ്ലൂയിഡ് നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അതിനെ പരിഹരിക്കുക. 18ാമത്തേത് ഫുൾ ബീം ഇൻഡിക്കേറ്റർ. അതായത് ഹെഡ്ലൈറ്റിൻ്റെ ഫുൾ ബീം ഓൺ ആണ് എന്നതിനെ സൂചിപ്പിക്കുന്നു.
ദൂരെയിലുള്ള സാധനങ്ങളെയും കാഴ്ചകളെയും കാണാനാണ് ഈ ഓപ്ഷൻ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ എതിർദിശയിൽ വരുന്ന ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിനാൽ ഇത് അത്യാവശ്യ സമയത്ത് മാത്രം ഉപയോഗിക്കുകയും അല്ലാത്ത സമയത്ത് ഇത് ഓഫ് ചെയ്യാനും ശ്രദ്ധിക്കുക. 19-ാമത്തേത് ഓപ്പൺ ഡോർ ഇൻഡിക്കേറ്റർ, അതായത് വണ്ടിയുടെ ഏതോ ഒരു ഡോറ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. അത് ഒരു പക്ഷേ വലത്തേതാകാം, ഇടത്തേതാകാം, അല്ലെങ്കിൽ ബാക്കിലുള്ളതാകാം. ഏത് ഭാഗത്തെ ഡോറാണോ തുറന്നിട്ടുള്ളത് ആ ഭാഗത്തെ ഡോർ ഓപ്പൺ ആയിട്ടുള്ള രീതിയിലായിരിക്കും സിഗ്നൽ കാണിക്കുക. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതു ഭാഗത്തെ ഏത് ഡോറാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യൂ ജനറേഷൻ വണ്ടികളിൽ ഡിക്കി ഓപ്പൺ ആയി കഴിഞ്ഞാലും സിഗ്നൽ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ബോണറ്റ് ഓപ്പൺ ആണെങ്കിലും ഇത്തരത്തിലുള്ള സിഗ്നൽ മുൻഭാഗത്ത് ബോണറ്റ് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ കാണിക്കാറുണ്ട്. 20-ാമത്തേത് ഡിസ്റ്റൻസ് വാർണിംഗ് ഇൻഡിക്കേറ്ററാണ്. അതായത് വണ്ടിയുടെ തൊട്ടടുത്ത് മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് നിശ്ചിത അകലം പാലിക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നു. അതൊരു പക്ഷേ എന്തെങ്കിലും തടസ്സങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളാകാം, കാൽനട യാത്രക്കാരാകാം. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് തന്നെ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന സിഗ്നലുകളും അത് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീണ്ടും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.